ഹലോ എവരിവൺ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പിക്ക് ചെയ്യുകയാണെന്നുള്ള കാര്യമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിഞ്ഞ 1 വർഷത്തിലോ 3 വർഷത്തിലോ 5 വർഷത്തിലോ ഏറ്റവും റിട്ടേൺസ് തന്ന ഫണ്ട് മാത്രമല്ല. മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺസ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ റിസ്ക്കും നോക്കണം. ഇതുകൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ലോങ് ടേമിലേക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിലെല്ലാ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലാണ്ട് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വാല്യൂ റിസർച്ച് ഓൺലൈൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകാം. ഈ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റോ ഏത് ആപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഈ വാല്യൂ റിസർച്ചിൻ്റെ വെബ്സൈറ്റാണ് ഏറ്റവും സിമ്പിൾ. മാത്രമല്ല ഇത് ഫ്രീ ആണ്. വേറെ പല അടിപൊളി ആപ്സും ഉണ്ട്, വെബ്സൈറ്റ്സും ഉണ്ട്, പക്ഷേ അതൊക്കെ പെയ്ഡ് ആണ്. മന്ത്ലിയൊക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഇത് ഫ്രീ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതിൽ ഫണ്ട്സിൽ പോയിട്ട് ഗോ ടു ഫണ്ട് സ്ക്രീനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫണ്ട് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഫണ്ട് കാറ്റഗറി നിങ്ങൾ കൊടുക്കണം. അപ്പോൾ കാറ്റഗറി നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കണം. ലാർജ് ക്യാപ്പാണോ, മിഡ് ക്യാപ്പാണോ, സ്മോൾ ക്യാപ്പാണോ, ഫ്ലെക്സി ക്യാപ്പാണോ നിങ്ങൾ നോക്കുന്നുള്ള കാര്യം. അപ്പം വൺസ് നമ്മൾ അത് തീരുമാനിച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ മിഡ് ക്യാപ്പ് എടുക്കാം. അപ്പോൾ ഞാൻ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡ് ക്യാപ്പിൽ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ കിട്ടും. ഇതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് റിട്ടേൺസ് ആണ്. കാരണം ഒബ്വിയസ്ലി റിട്ടേൺസ് മാറ്റർ ചെയ്യും. ഏറ്റവും മോശം റിട്ടേൺസ് ഉണ്ടാക്കിയ ഫണ്ടിൽ നമ്മൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല റിട്ടേൺസ് തന്നെ വേണം. അതിൽ റിട്ടേൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് SIP റിട്ടേൺസ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് ഒക്കെ നിങ്ങൾ എല്ലാ ആപ്പിലും നോക്കുമ്പോൾ അതിൽ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ലാസ്റ്റ് 1 ഇയറിലെ റിട്ടേൺ, ലാസ്റ്റ് 3 ഇയർ മുതലുള്ള ആ ഒരു പോയിന്റിനുള്ള റിട്ടേൺ ആണ് നിങ്ങൾ സാധാരണ കാണാം. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമയത്ത് കൊണ്ട് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് 3 വർഷം വെയിറ്റ് ചെയ്യല്ലോ ചെയ്യാം. നമ്മൾ മന്ത്ലിയൊക്കെ ആയിരിക്കും പൊതുവെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ സാലറീഡ് ആണെങ്കിൽ നിങ്ങൾ SIP ആയിരിക്കും ചെയ്യുക. അപ്പോൾ SIP റിട്ടേൺസ് തന്നെ നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ഈ SIP റിട്ടേൺസിൻ്റെ ഫീച്ചർ നമ്മുടെ വാല്യൂ റിസർച്ചിലുണ്ട്. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SIP റിട്ടേൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇയറിലെ SIP റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ആരാണ് ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യം കാണാൻ പറ്റും. 5 ഇയേഴ്സിൽ കാണാൻ പറ്റും, 10 ഇയേഴ്സിൽ കാണാൻ പറ്റും. ഇതിൽ 3 ഇയേഴ്സ് നമ്മൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ 3 ഇയേഴ്സിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നും അവിടെ കിട്ടാനില്ല, അവിടെ നിന്നൊന്നും മനസ്സിലാക്കാനില്ല. കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 10 ഇയേഴ്സിനും 5 ഇയേഴ്സിനുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 10 ഇയേഴ്സിൻ്റെ നമ്മൾ റാങ്ക് വെച്ച് സോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ 10 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്നത് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്കോ ആണ്, പിന്നെ എഡൽവൈസ് ആണ്, നിപ്പോൺ ആണ്, കോട്ടാക് ആണ്. നമുക്ക് എല്ലാ ഫണ്ടും ഇവിടെ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടോപ്പ് 5 ഫണ്ട്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 ഇയേഴ്സിൻ്റെ റാങ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 5 ഫണ്ടാണ് അടിപൊളി. ഒബ്വിയസ്ലി 10 ഇയേഴ്സിൽ ഇത് അടിപൊളിയാണെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 5 ഇയേഴ്സിലാണ്. പക്ഷേ 5 ഇയേഴ്സിൽ നോക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 ഇയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഓരോരോ ആൾക്കാരുടെ പേര് കൊടുക്കും. എഡൽവൈസ്, മോത്തിലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് 10 ഇയറിൽ റാങ്ക് ഇവിടെ എൻട്രി. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്ത് വെച്ച കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പം മോത്തിലാൽ 10 ഇയറിൽ ഫസ്റ്റ് റാങ്കാണ്, ഇൻവെസ്കോ സെക്കൻഡ് റാങ്കാണ്, എഡൽവൈസ് തേർഡ് റാങ്കാണ്. അങ്ങനെ ഞാൻ ടോപ്പ് 6 കൊടുത്തിട്ടുണ്ട്. ടോപ്പ് 5 അല്ല, ടോപ്പ് 6 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ കാര്യം ഞാൻ 5 ഇയറിൻ്റെ കാര്യത്തിൽ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇവിടെ പോയിട്ട് 5 ഇയർ SIP റാങ്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത ആൾക്കാർ, അതായത് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത 10 ഇയേഴ്സിൽ ഇവരാണെങ്കിൽ ഇവരുടെ കാര്യം ഞാൻ നോക്കുള്ളൂ. അല്ലാണ്ട് വേറെ പുതിയ ഫണ്ട്സ് ഞാൻ പൊതുവെ നോക്കില്ല. നിങ്ങൾക്ക് വേണം അതും നോക്കാം, പക്ഷേ അതിന് ആവശ്യമില്ല. കാരണം 10 ഇയേഴ്സാണ് നമ്മൾ ബേസ് ആയിട്ട് വെക്കേണ്ടത്. കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമ്മളും ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടേമിലേക്കല്ലേ. അപ്പോൾ ലോങ് ടേമിൽ റിട്ടേൺസ് നോക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ 10 ഇയർ 5 ഇയർ റാങ്കിന് വെച്ച് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഒരു പക്ഷേ മോത്തിലാൽ ഓസ്വാൾ ആയിരിക്കും ആൻഡ് ഇൻവെസ്കോ ആയിരിക്കും. കാരണം ഈ രണ്ട് ഫണ്ട്സാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് റിട്ടേൺസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മ്യൂച്വൽ ഫണ്ട് അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളവിടെ റിസ്ക്കും നോക്കണം. അപ്പോൾ ഈ റിസ്കിന് വേണ്ടിയിട്ടുള്ള 2 മെഷേഴ്സാണ്. ഒന്ന് ഷാർപ്പ് റേഷ്യോ, സോർട്ടിൻ്റെ റേഷ്യോ. മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ റിസ്ക് എത്രത്തോളം റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിന് എത്രത്തോളം ഷാർപ്പ് റേഷ്യോ ഉണ്ടോ അത്രത്തോളം നല്ലതാണ്. കാരണം അത്രത്തോളം റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എടുക്കുന്ന റിസ്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ റേഷ്യോ ആണ് സോർട്ടിൻ്റെ റേഷ്യോ. സോർട്ടിൻ്റെ റേഷ്യോ പറയുന്നത് എത്ര എക്സ്ട്രാ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഗിവൺ ഡൗൺ സൈഡ് റിസ്ക്. അതായത് സോർട്ടിൻ്റെ റേഷ്യോ നല്ലോണമുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അത് താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ താഴേക്ക് പോയാലും ആ ഒരു ടൈം ഫ്രെയിമിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്ട്രാ റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോർട്ടിനോ റേഷ്യോ, നല്ല ഷാർപ്പ് റേഷ്യോ ഉണ്ടെങ്കിൽ ജനറലി റിസ്ക് എടുക്കുന്നതിന് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ ഈ റിസ്ക്കും കൂടി നമ്മൾ മാനിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഷാർപ്പ് റേഷ്യോ, സോർട്ടിനോ റേഷ്യോ പൊതുവെ കൂടുതലുള്ള ഫണ്ട്സാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് വാല്യൂ റിസർച്ചിൽ തന്നെ നിങ്ങൾ റിസ്ക് എന്ന് പറഞ്ഞ ഈ ടാബിൽ പോവുക.
അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫണ്ടിൻ്റെയും റിസ്ക് കിട്ടും. അതിൽ നമ്മൾ ഷാർപ്പ് റേഷ്യോ സോർട്ടിംഗ് റേഷ്യോ ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ സോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഐഡന്റിഫൈ ചെയ്ത 6 മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും ഷാർപ്പ് റേഷ്യോ സോർട്ടിംഗ് റേഷ്യോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേബിളിൽ ഒന്ന് ഫിൽ ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. കാര്യം മോത്തിലാൽ ഓസ്വാൾ ആണ് റിട്ടേൺസിൽ ഭയങ്കര ടോപ്പറെങ്കിലും HDFC ആണ് ഈ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷാർപ്പ് റേഷ്യോ ആണെങ്കിലും സോർട്ടിംഗ് റേഷ്യോ ആണെങ്കിലും കൂടുതൽ HDFC മിഡ് ക്യാപ്പിനാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക? നിങ്ങൾക്ക് റിട്ടേൺസ് മാത്രമേ ഫാക്ടർ ഉള്ളൂ. ഫണ്ട് ഇടയ്ക്ക് വെച്ച് താഴേക്ക് പോകുന്നതും അതിൻ്റെ വോളറ്റിലിറ്റി ഒന്നും നിങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഈ മോത്തിലാൽ പോലത്തെ ഹൈ റിട്ടേൺസ് എന്നാൽ ഷാർപ്പ് റേഷ്യോ സോർട്ടിംഗ് റേഷ്യോ കുറച്ച് കുറവുള്ള ഫണ്ട്സ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് റിട്ടേൺസ് അത്യാവശ്യം വേണം, അതേസമയം ഭയങ്കര ഡൗൺ സൈഡ്, അത് മാർക്കറ്റ് ഭയങ്കര താഴേക്ക് പോകുമ്പോൾ ഭയങ്കര താഴേക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോകരുത് എന്ന് നിങ്ങൾക്കൊരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ഈ സോർട്ടിംഗ് റേഷ്യോ ഷാർപ്പ് റേഷ്യോ കൂടുതൽ ഫണ്ട്സാണ്. അപ്പോൾ ഈ ഒരു കേസിലാണ് നമ്മൾ നോക്കുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ അപ്പോൾ പ്രിഫർ ചെയ്യുക HDFCയോ അല്ലെങ്കിൽ നിപ്പോണൊക്കെ ആയിരിക്കും. കാരണം അതിനാണ് സോർട്ടിംഗ് റേഷ്യോ കുറച്ചും കൂടി റിലേറ്റീവ്ലി കൂടുതലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മിസ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ. കാരണം ആ ഫണ്ട് മാനേജർ ആയിരിക്കും ആക്ച്വൽ ഡിസിഷൻസ് എടുക്കുക. ഏത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം, ഏത് സമയത്താണ് സ്റ്റോക്ക് വാങ്ങേണ്ടത്, ഏത് സമയത്താണ് വിൽക്കേണ്ടത്, ഏത് സമയത്താണ് കൂടുതൽ പോർട്ട്ഫോളിയോ ക്യാഷിലേക്ക് മാറ്റേണ്ടത്, എല്ലാ തീരുമാനങ്ങളും മെയിനായിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഫണ്ട് മാനേജറാണ്. അപ്പോൾ ഈ ഫണ്ട് മാനേജർ ആരാണെന്നും അവരുടെ ഹിസ്റ്ററി തപ്പേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അവർ റിട്ടേൺസ് ഉണ്ടാക്കിയാൽ മതി. പക്ഷേ നമ്മുടെ ഈ ലിസ്റ്റിലുള്ള പല മ്യൂച്വൽ ഫണ്ട്സും കഴിഞ്ഞ 10 വർഷത്തിലും 5 വർഷത്തിലും ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കിയില്ലേ? ആ റിട്ടേൺസ് ഉണ്ടാക്കിയത് ഇപ്പോൾ അത് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ വാല്യൂ റിസർച്ചിൽ ഫീ ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് മാനേജർ ടെന്യൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫണ്ട് മാനേജർ ടെന്യൂർ എന്ന് പറഞ്ഞ ഈ കോളത്തിൽ നിങ്ങൾക്ക് ഓരോ ഫണ്ട് മാനേജർ എത്ര നാൾ അവിടെ നിന്ന് എത്ര വർഷം അവിടെ നിന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് മോത്തിലാൽ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പം Ctrl F അല്ലെങ്കിൽ Command F നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് നമ്മുടെ ഐഡന്റിഫൈ ചെയ്ത മ്യൂച്വൽ ഫണ്ട്സിന് മാത്രം മതി. അപ്പോൾ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്. നമുക്ക് അതിൽ എല്ലാവരുടെയും നോക്കണ്ട, ഏറ്റവും കൂടുതൽ നിന്ന ആളുടെ നോക്കിയാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ നിന്ന് നിക്കേത് ഷാ എന്ന് പറഞ്ഞ ഫണ്ട് മാനേജറാണ്. 7.5 years ആയിട്ട് അദ്ദേഹം ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. അപ്പോൾ ലാസ്റ്റ് 5 years ഉണ്ടാക്കിയ റിട്ടേൺസ് ഇയാളുടെ കീഴിൽ ഉണ്ടാക്കിയ റിട്ടേൺസ് അല്ല, ഇയാളെ അതിലൊരു പങ്ക് ഉണ്ട്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷീറ്റിൽ ഈ ഫണ്ട് മാനേജർ ടെന്യൂർ ഓരോന്നിൻ്റെ നോക്കി ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ മോത്തിലാൽ ഓസ്വാളിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 7.5 years ആണ്. ഇൻവെസ്റ്റ്കോനെ നോക്കിയാൽ 2 years ആ ഫണ്ട് മാനേജർ ഉള്ളൂ. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷത്തിലും 10 വർഷത്തിലും ഉണ്ടാക്കിയ റിട്ടേൺസിൽ ഭയങ്കര ഒരു പങ്ക് ഇയാൾക്കില്ല, ചെറിയൊരു പങ്ക് ഇയാൾക്കുള്ളൂ. അങ്ങനെ ഓരോരോ മ്യൂച്വൽ ഫണ്ടിന് ഫണ്ട് മാനേജർ ടെന്യൂറും കൂടി നമ്മൾ എൻ്റർ ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ്ലി ഓരോരോ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. കാരണം ഈ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ മ്യൂച്വൽ ഫണ്ടിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ 5 വർഷത്തിൽ 20% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 20% റിട്ടേൺസ് നമുക്ക് കിട്ടില്ല, അതിൽ ഈ എക്സ്പെൻസ് റേഷ്യോ കുറച്ചുള്ള ശതമാനം കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ എൻ്റർ ചെയ്യും. ഈ ഒരു എക്സ്പെൻസ് റേഷ്യോയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതേ ടാബിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഫീ ആൻഡ് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കിട്ടും. അപ്പോൾ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യും. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റിട്ടേൺസിൻ്റെയോ അല്ലെങ്കിൽ റിസ്കിൻ്റെയോ റാങ്ക് പോലും അല്ല, നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫണ്ട് മാനേജറിൻ്റെ ടെന്യൂറാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ ഇൻവെസ്റ്റ്കോൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫണ്ട് മാനേജർ 2 years ആയിട്ട് മാനേജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി 5 yearsലും 10 yearsലും ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫണ്ട്, ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാക്കി ഈ ഫണ്ട് മാനേജർ അല്ല. ഈ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാക്കിയ റിട്ടേൺസ് അല്ല ആ 5 വർഷത്തെയും 10 വർഷത്തെയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇയാളെ വിശ്വസിക്കാൻ പറ്റുക? ഒബ്വിയസ്ലി ഇവിടെ വേറെ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പം അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഫണ്ട് മാനേജറായി വന്നേക്കാം, പക്ഷെ നമുക്കത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിന് വലിയ പ്രിഫറൻസ് കൊടുക്കില്ല. അപ്പോൾ കാര്യം ഭയങ്കര റാങ്കൊക്കെ വന്നു, ഷാർപ്പ് റേഷ്യോസ് ഓട്ടോനേഷൻ മോശമൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിനെ കുറച്ച് താഴേക്കായിരിക്കും വെക്കുക. എഡൽവൈസിനെ നോക്കുകയാണെങ്കിൽ വീണ്ടും ഫണ്ട് മാനേജർ ഓക്കെ 3.9 years ഉണ്ട്, വിച്ച് ഇസ് ഓക്കെ. 5 yearsൽ ഉണ്ടാക്കിയ ഫുൾ റിട്ടേൺസ് ഇയാളല്ലെങ്കിലും എന്നാലും മോശമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മിനിമം ബാർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 3 years എങ്കിലും ആ ഫണ്ട് മാനേജർ ഉണ്ടെങ്കിലേ ഞാനതിനെ കൺസിഡർ ചെയ്യുള്ളൂ എന്ന് വരെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. അതിൻ്റെ മുകളിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. വീണ്ടും നിപ്പോൺ ഇന്ത്യയുടെ 2.7 ഉള്ളൂ. കോട്ടക്കിൻ്റെ വളരെ റീസൺ അയാൾ ഫണ്ട് മാനേജറാണ്, അയാൾ ഉണ്ടാക്കിയ റിട്ടേൺസ് അല്ലത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ആൻഡ് HDFCയുടെ ആക്ച്വലി നല്ല ഇയർ ഉണ്ട്, 12.7 years. അതായത് ബേസിക്കലി ആ 10 വർഷത്തെ റിട്ടേൺസും ഇയാളാണ് ഉണ്ടാക്കിയത്, അല്ലെ ഇയാളുടെ ടീമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഒന്ന് മോത്തിലാൽ ഓസ്വാൾ ആണ്, 2 HDFC മിഡ് ക്യാപ്പാണ് ഫണ്ട് മാനേജറും ടെന്യൂറും കൂടെ നോക്കുകയാണെങ്കിൽ, ആൻഡ് എഡൽവൈസാണ്. ഈ ഇതിൽ 3 ഏത് പിക്ക് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഫണ്ട് മാനേജറിനെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് മാനേജറിൻ്റെ റോളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അയാൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് റിട്ടേൺസ് കൂടുതൽ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ പിക്ക് ചെയ്യുക HDFC മിഡ് ക്യാപ്പ് ആയിരിക്കും. അതേസമയം നിങ്ങൾ റിട്ടേൺസ് ആണ് കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺസിൽ ആരാണ് ഫസ്റ്റ്, ആരാണ് കിങ്, മോത്തിലാൽ ഓസ്വാൾ അല്ലേ. അപ്പോൾ പിന്നെ അടുത്തതിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ മോത്തിലാൽ ഓസ്വാൾ ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾ പിക്ക് ചെയ്യാൻ ചാൻസ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറവ് ഏതാണ്, അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ഈ 3 എണ്ണത്തിൽ ഏറ്റവും കുറവുള്ളത് എഡൽവൈസിനാണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ നിങ്ങൾക്ക് കുറവായിട്ട് വേണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എഡൽവൈസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് കുറച്ച് കുറവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അവസാനം ഇൻവെസ്റ്റ് ചെയ്യുക
ഈ HDFC മിഡ് ക്യാപ് ഫണ്ടിലായിരിക്കും. കാരണം റിസ്കിൻ്റെ മെഷേഴ്സ് രണ്ടിലും ഇത് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മോത്തിലാൽ ഓസ്വാൾ ഇതിൻ്റെ അടുത്ത് വലുത്തൂല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു മ്യൂച്വൽ ഫണ്ട് വിത്തിൻ്റെ കാറ്റഗറി എങ്ങനെ പിക്ക് ചെയ്യണമെന്നൊരു ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഇതിൽ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ടൊന്നും ഇല്ല. ആ പാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. റിട്ടേൺസ് ആണെങ്കിലും റിസ്ക് ആണെങ്കിലും ഫണ്ട് മാനേജറിൻ്റെ ഒക്കെ എല്ലാം പാസ്റ്റിലെ കാര്യങ്ങളാണ്. ഫ്യൂച്ചറിലും എക്സാക്ട്ലി ഇങ്ങനെ നടക്കണമെന്ന് ഒരിക്കലും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷേ റീസണബിളി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് മോശമില്ലാതെ പെർഫോം ചെയ്യുന്ന നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഒരു മണ്ടത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ലാത്തതായിരിക്കും. നിങ്ങൾ മോത്തിലാൽ ഓസ്വാൾ ഫസ്റ്റാന്ന് തീരുമാനിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 2 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ മോത്തിലാൽ ഓസ്വാൾ മിക്കവാറും ഫസ്റ്റ് ആയിരിക്കില്ല. കാരണം ഫസ്റ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പ പരിപാടിയൊന്നുമല്ല. അത് ചിലപ്പോൾ തേർഡിലായിരിക്കും. അപ്പം നിങ്ങളത് എക്സിറ്റ് ചെയ്തു, നിങ്ങൾ അടുത്ത മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറുന്നു, അപ്പോൾ ഫസ്റ്റിൽ മാറുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ എപ്പോഴും ഈ വിന്നേഴ്സിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് വിന്നേഴ്സിനെ ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ എക്സിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മിക്ക മ്യൂച്വൽ ഫണ്ട്സും വിത്തിൻ 1 ഇയർ നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ 1% എക്സിറ്റ് ലോഡ് ഉണ്ടാവും. അത് നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ വിത്തിൻ 1 ഇയർ ഒക്കെയാണ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആയിരിക്കും ഉണ്ടാവും, വിച്ച് ഇസ് 20%. എന്നാൽ 1 ഇയറിന് മുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടാക്സേഷൻ കുറവായിരിക്കും, 12.5% ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ടാക്സേഷൻ്റെ എഫക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടാക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ സിമ്പിൾ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങി, നിങ്ങൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 5 വർഷം നിങ്ങൾ അത് ഹോൾഡ് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ ക്യാപിറ്റൽ ഗെയിൻസിലായിരിക്കും നിങ്ങൾ ടാക്സ് അടക്കേണ്ടത്, വിച്ച് ഇസ് ഓക്കെ. 12.5% നമ്മൾ അടച്ചു. എന്നാൽ നിങ്ങൾ ഓരോ വർഷം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലുള്ള വർഷം, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കി, നിങ്ങൾ അതിൻ്റെ ടാക്സ് അടച്ചിട്ട് ആ ടാക്സ് കിഴിച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വീണ്ടും നിങ്ങൾ ആ കിഴിച്ചിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്ത്, കുറവ് പൈസയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഫണ്ട് മാറ്റുന്നു. വീണ്ടും നിങ്ങൾ അപ്പോൾ ആ ഉണ്ടായ ഗെയിൻസിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നു. ആ ടാക്സ് കിഴിച്ചിട്ടുള്ള പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ലോങ് ടേമിൽ ഒരു 5-10 ഇയേഴ്സിലേക്ക് നിങ്ങൾ കോമ്പൗണ്ടിങ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോമ്പൗണ്ടിങ് എഫക്റ്റ് കുറേ കിട്ടില്ല. കാരണം ടാക്സ് കിഴിച്ചുള്ള പൈസ ഇങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കോമ്പൗണ്ടിങ് എഫക്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ബെസ്റ്റ് ഫണ്ട്സ് ആയിരിക്കും പിക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ റിട്ടേൺസ് അവസാനം നിങ്ങൾ 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആൾ ലോങ് ടേമിലേക്ക് ഒരു ഫണ്ട്, മേ ബി ഒരു ആവറേജ് ഒരു ഫണ്ട്, വലിയ കുഴപ്പമില്ലാത്ത എന്നാൽ ഫസ്റ്റൊന്നും അല്ലാത്തൊരു ഫണ്ട് ഹോൾഡ് ചെയ്ത ആളായിരിക്കും, അയാളായിരിക്കും ആക്ച്വലി കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാം, നമ്മൾ മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്തത് മോശമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇപ്പോൾ വിൽക്കേണ്ടെന്നാണോ? ഒരിക്കലല്ല. നിങ്ങൾ ഒരു 3 ഇയേഴ്സ് എങ്കിലും ആ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു സമയം കൊടുക്കുക. 3 ഇയേഴ്സ് കഴിയുമ്പോഴും ആ കാറ്റഗറിയുടെ ആവറേജിലൊക്കെ താഴെയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീണ്ടും ആ സമയത്തൊന്ന് റാങ്കിങ് ഒക്കെ നോക്കുമ്പോൾ അതിന് താഴെ എവിടെയോ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം അതൊന്ന് എക്സിറ്റ് ചെയ്യുന്നുള്ള കാര്യം. എന്നാൽ 3 ഇയേഴ്സ് കഴിയുമ്പോഴും ആ ഒരു ടോപ്പ് 10-ലെങ്കിലും ഈ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് ലോങ് ടേമിൽ സെൻസ് ഉണ്ടാക്കുക. ഇനി ആക്ച്വലി ഒരു മ്യൂച്വൽ ഫണ്ടിൽ എക്സിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് മാനേജർ മാറുമ്പോഴാണ്. ഇനി വീണ്ടും ഫണ്ട് മാനേജർ മാറുമ്പോൾ ചാടിക്കറി എക്സിറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം മിക്ക നല്ല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലും അവർ ഫണ്ട് മാനേജർ മാറുകയാണെങ്കിൽ തന്നെ അവർ നല്ല ആൾക്കാരെ വെക്കുള്ളൂ. കാരണം അവർക്കും റിട്ടേൺസ് ഉണ്ടാക്കണം, എന്നാലേ കൂടുതൽ പൈസ അവർക്കും കിട്ടുള്ളൂ. അപ്പോൾ പൊതുവെ വരുന്ന ഫണ്ട് മാനേജേഴ്സിന് പൊതുവെ നല്ലതായിരിക്കും. അപ്പോൾ ചാടിക്കറി നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതിന് പകരം ആ വരുന്ന ഫണ്ട് മാനേജർ അടുത്തൊരു 3 ഇയേഴ്സിൽ അല്ല അടുത്തൊരു 2 ഇയേഴ്സിലെങ്കിലും നല്ല റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ടോ, ഇതുവരെ ഉണ്ടാക്കിയ റിട്ടേൺസ് പോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതില്ല എങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിൽ നടത്തുള്ളൂ. ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കാത്തൊരു കാര്യമാണ് റോളിംഗ് റിട്ടേൺസ്. അതായത് ഓരോ 3 ഇയർ പീരീഡിലും ഓരോ 5 ഇയർ പീരീഡിലും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ റോളിംഗ് റിട്ടേൺസ് എന്ന് പറയാം. ആ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോയിൽ നോക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ വീഡിയോയിൽ കൺസിഡർ ചെയ്തത് SIP റിട്ടേൺസ് ആണ്. അപ്പോൾ SIP റിട്ടേൺസിൽ ഓൾറെഡി അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയ സ്ഥിതിക്ക് നമ്മൾ റോളിംഗ് റിട്ടേൺസും കൂടെ നോക്കിയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജസ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് റോളിംഗ് റിട്ടേൺസും കൂടെ നോക്കാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസർ കോച്ച് പോലത്തെ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ ഈ റോളിംഗ് റിട്ടേൺസും കൂടി കമ്പയർ ചെയ്യാം. എന്നിട്ട് റോളിംഗ് റിട്ടേൺസിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് ബെറ്റർ എന്നും കൂടെ നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് വലിയ മാറ്റർ ഇല്ല, കാരണം നമ്മൾ SIP റിട്ടേൺസ് ആണ് ഓൾറെഡി കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യുക എന്നുള്ള കാര്യം, എന്തുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയിൽ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.